ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. വെൽക്കം ബാക്ക് അവർ JD വ്ളോഗ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് ടിപ്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് എല്ലാ ഡ്രൈവേഴ്സിനും അറിയാം, എങ്കിൽ പോലും പുതിയതായി ഈ ഫീൽഡിലേക്ക് വരുന്ന ആൾക്കാർക്ക് അതൊരു യൂസ്ഫുൾ ആയിരിക്കും. അത് വളരെ വളരെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ്. എൻ്റെ ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയുന്നതാണ്. കാരണം ഞാൻ ഇപ്പം നിലവിലുള്ള കമ്പനിയിലെ ദുബായിലെ ഫസ്റ്റ് കമ്പനിയാണ്. ഓൾമോസ്റ്റ് ഞാൻ ഈ നെക്സ്റ്റ് ജൂലൈ വന്ന 20 വർഷവും. എൻ്റെ കമ്പനിയുടെ പേര് ട്രൈസ്റ്റാർ എന്നാണ്. അപ്പോൾ സേഫ്റ്റി പരമായ ഒരു 3-4 നിർദ്ദേശങ്ങൾ തരാൻ പറ്റുന്നുണ്ട്. ഞാൻ വീണ്ടും പറയണ എല്ലാവർക്കും അറിയാമെങ്കിൽ പോലും പുതുതായി ഈ ഫീൽഡിലേക്ക് വരുന്ന ആളുകൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഫസ്റ്റ് തിങ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഡ്യൂട്ടിക്ക് വരുമ്പോൾ ഒരു 8 മണിക്കൂറെങ്കിലും അറ്റ്ലീസ്റ്റ് ഉറങ്ങിയിട്ട് വരിക. പരമാവധി ആളുകൾ അത് ശ്രമിച്ച് വരാൻ നോക്കുക. ഈ ഫീൽഡായതുകൊണ്ട് പരമാവധി എല്ലാവർക്കും നടക്കണമെന്നില്ല, എങ്കിൽ പോലും 8 മണിക്കൂർ നമ്മൾ ഉറങ്ങിയതിന് ശേഷം നമ്മൾ ഈ ഫീൽഡിലേക്ക് പരമാവധി വരാൻ നോക്കുക ഡ്യൂട്ടിക്ക് വരുമ്പോൾ. അത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരു സെക്കൻഡ് മതി നമുക്കൊരു അപകടം വരാൻ. അതിന് നമ്മൾ ഈ കണ്ണ് ജസ്റ്റ് അടഞ്ഞു പോണതിന് മൈക്രോ സ്ലീപ്പ് എന്ന് പറയാം. മൈക്രോ സ്ലീപ്പ് അത് അടയാൻ അധികം നേരമൊന്നും വേണ്ട. അപ്പോൾ നമ്മൾ ഈ 8 മണിക്കൂർ കിടന്നുറങ്ങി വന്നു കഴിഞ്ഞാൽ നമുക്ക് പരമാവധി ഈ ഉറക്കക്ഷീണം ഉണ്ടാവില്ല ഡ്രൈവ് ചെയ്യുമ്പോൾ. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, മൊബൈൽ ഫോൺ ഉപയോഗിക്കാതിരിക്കുക. മൊബൈൽ ഫോൺ അതും വളരെ ഇമ്പോർട്ടൻ്റ് കേസാണ്. കാരണം നമുക്ക് ഈ റോഡിൽ കാണുന്ന അപകടങ്ങളിൽ ഒരു 99% അപകടം ഉണ്ടാവുന്നത് ഒന്നില്ലെങ്കിൽ ഉറക്കത്തിലായിരിക്കും, രണ്ടാമത്തെ മൊബൈലായിരിക്കും. ഒരു ടയർ പൊട്ടിയിട്ട് ആക്സിഡൻ്റ് ആവുന്ന കേസ് വളരെ അപൂർവമായിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചോ, റോഡ് വണ്ടി ഒരു 100-ൽ വണ്ടി ഉണ്ടാവും, ഒരു ടയർ പൊട്ടിയിട്ട് അല്ലെങ്കിൽ ടയർ ബ്ലാസ്റ്റ് അല്ലെങ്കിൽ പഞ്ചറായിട്ട് നിൽക്കുന്ന വണ്ടി. നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചോ, ഈ ചെറിയ വണ്ടി ഓടിക്കുന്ന ഡ്രൈവേഴ്സായാലും വലിയ വണ്ടി ഓടിക്കുന്ന ഡ്രൈവേഴ്സായാലും. അപ്പോൾ ഈ മൊബൈൽ ഫോൺ നിങ്ങൾ വണ്ടി ഓടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കാതിരിക്കുക. രണ്ടാമത്തെ കാര്യം, പിന്നെ ഉറക്കത്തിൻ്റെ കാര്യം, ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് രണ്ടും നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഒരുപാട് അപകടങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. എൻ്റെ ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ പറയാണ്. പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് കാര്യം കൂടി പറയാനുള്ളത്, സിഗ്നൽ. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് കേസ് തന്നെയാണ്. നമ്മളൊരു 4 കൂടി റോഡിൽ സിഗ്നൽ നിൽക്കുകയാണ്. നമ്മൾ ഗ്രീൻ ലൈറ്റ് വേണ്ടി വെയിറ്റ് ചെയ്യാണ്, നമ്മുടെ ഭാഗം ക്ലിയർ ആവാൻ വേണ്ടി, നമുക്ക് മൂവ് ചെയ്യാൻ വേണ്ടി ഗ്രീൻ ലൈറ്റ് വെയിറ്റ് ചെയ്യാണ്. നമ്മുടെ ഗ്രീൻ ലൈറ്റ് ഓണായ വശം നിങ്ങൾ മൂവ് ആകരുത് വണ്ടി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എതിർവശത്ത് വരുന്ന ഭാഗങ്ങളിൽ റെഡ് വന്നാലും ചില വണ്ടികൾ സ്പീഡിൽ വന്നിട്ട് ക്രോസ് ചെയ്യാൻ ചാൻസസ് വളരെ കൂടുതലാണ്. പലപ്പോഴും അങ്ങനെ അപകടം ഉണ്ടാവാറുണ്ട്. അവർക്ക് ലൈറ്റ് കഴിഞ്ഞതിന് ശേഷം ക്രോസ് ചെയ്യുന്ന ഒരുപാട് വണ്ടികൾ അങ്ങനെ അപകടം ഉണ്ടാവാറുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ സൈഡ് ഗ്രീൻ ലൈറ്റ് വന്നാൽ പോലും ജസ്റ്റ് ഫ്യൂ സെക്കൻഡ് നിങ്ങളൊന്ന് ജസ്റ്റ് വണ്ടി നിർത്തി ബോത്ത് സൈഡ് ആർ ക്ലിയർ ദെൻ മൂവ്. ഇത് നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ചെയ്യും. കാരണം മറ്റുള്ളവരെ ലൈഫ് സേവ് ചെയ്യാൻ പറ്റും, നമ്മുടെ ലൈഫ് സേവ് ചെയ്യാൻ പറ്റും, വലിയൊരു അപകടം ഒഴിവാക്കാൻ പറ്റും. ഇതൊരു ചെറിയ ടിപ്സാണ്, എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് വെച്ച് പറയാണ്. ഇത് വെരി വെരി ഇമ്പോർട്ടൻ്റ്. നിങ്ങൾ ശ്രദ്ധിക്കുക, എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ ചെറിയ ടിപ്സായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.